ചേച്ചിക്കുട്ടി, എന്താ പരിപാടി? ഞാൻ നാളെ ക്ലാസ് എടുക്കാനുള്ളതൊക്കെ നോക്കി വെക്കായിരുന്നു. ആഹാ, അപ്പോ ടീച്ചറങ്ങ് തകർക്കുവാണല്ലേ? ജോലിക്ക് എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പർ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നന്നായി. ചേച്ചിയുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒരു ഫലം ഉണ്ടായല്ലോ. നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചാ അത് നടക്കുന്നു പറയുന്ന സത്യ. സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും കുറച്ച് സീരിയസാ. പിന്നെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാ. ഉഴപ്പന്മാരാരുമില്ല. അതിന്റെ ഒരു സമാധാനം ഉണ്ട്. ഷോ, അപ്പൊ ക്ലാസ് ഭയങ്കര ബോറായിരിക്കുമല്ലോ. അതെന്താ? ഒരു ക്ലാസ് എന്ന് പറഞ്ഞാ അതിലെല്ലാരും വേണം. പഠിപ്പിസ്റ്റുകളും ഉഴപ്പന്മാരും വണ്ടികളും ഉറക്കന്നുങ്ങികളും സംശയക്കാരും അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരും വേണം. അപ്പോഴല്ലേ ത്രില്ലുള്ളൂ. എല്ലാവരും പഠിക്കുന്ന സീരിയസ് ആൾക്കാരാണെങ്കിലേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു കൊടുത്താലും അവർ പഠിക്കുമല്ലോ. അതെ, ഇത് UP സ്കൂളല്ല, UPSC യാ. അവിടെ എല്ലാവരും സിവിൽ സർവീസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പോട്ടെ, സാരില്ല. എന്തായാലും ചേച്ചിക്കുട്ടി എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. നമ്മള് രണ്ടുപേരെ രണ്ട് വൈബാ, അതാ ടേസ്റ്റ് വ്യത്യാസം. നിനക്കെങ്ങനെയാ ഈ ഉഴപ്പൻ വൈബ് വന്നതെന്ന് എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. അതറിയില്ലേ, എന്റെ എല്ലാ ഉടായ്പ സ്വഭാവവും അച്ഛൻ്റെ പകർന്നു കിട്ടിയതാണെന്ന് അമ്മ എപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ? അച്ഛൻ നിന്റെ അത്ര കുഴപ്പക്കാരനല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയായോ? എന്നാ ഈ മിണ്ടാപ്പൂച്ച കട്ട് പഠിപ്പിക്കാൻ പോണ കാര്യം ഞാൻ പാവ അച്ഛനോട് പറഞ്ഞു കൊടുക്കട്ടെ? അയ്യോ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതിന് നീ ഇങ്ങനെയൊക്കെ റിവെഞ്ച് എടുക്കോ? അച്ഛൻ എന്നെക്കാളും പാവല്ലേ, പിന്നെ എന്തിനാ ഈ പേടി? ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലേ. എന്റെ വാവയല്ലേ നീ, ചുമ്മാ ഇരിക്കേ പ്ലീസ്. അപ്പൊ പേടിയുണ്ടല്ലേ? ചെറുതായിട്ട്. ചെറുതായിട്ടേ ഉള്ളോ? അല്ല, വലുതായിട്ട് പേടിയുണ്ട്. മതിയോ? അങ്ങനെ വഴിക്കുവാ. ഇനി ചേച്ചിക്കുട്ടി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വേണം കുറച്ച് പോക്കറ്റ് മണിയൊക്കെ ഒപ്പിച്ച് കറങ്ങി നടക്കാൻ. കിട്ടിയത് തന്നെ. അതെന്താ? ശമ്പളം കിട്ടുമ്പോ എനിക്ക് പോക്കറ്റ് മണി തരില്ലേ? അതിന് ശമ്പളത്തിന്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഷോ, അത് ശരിയാണല്ലോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്ത് കാര്യം? ഇതൊരു ഫ്രണ്ടിന്റെ സെന്റർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ. കൂടെ പഠിച്ചാള് എന്താണ് ഒരു ചോദ്യം ചെയ്യല്? ചേച്ചിയുടെ കാര്യത്തിൽ അനിയത്തിക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? ഫ്രണ്ടിന്റെ സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നു, ശമ്പളം വാങ്ങുന്നില്ല, അച്ഛൻ കൊണ്ടുവന്ന ആലോചന വേണ്ടാന്ന് പറയുന്നു. സംതിങ് ഫിഷി. സത്യം പറ, ഈ ഫ്രണ്ട് ചേച്ചിന്റെ ലൈനല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു 5 വർഷയുടെ റിലേഷൻഷിപ്പിലല്ലേ? അയ്യേ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ. ഇതുവരെ എന്നോട് മോശമായ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതെന്താ പറയാത്തെ? എന്ത്? മനസ്സിലുള്ളത് എന്താ തുറന്നു പറയാത്തേന്ന്? നീ ഒന്ന് പോയേ. അപ്പൊ എന്തോ ഉണ്ട്. സത്യം പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എനിക്കതത്ര വിശ്വാസമില്ല. അതെന്താ? എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല. നീ ഒന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ അവസാനം എന്റെ സഹായം ചോദിച്ച് രണ്ടുപേരും കൂടെ വന്ന് നിൽക്കരുത്. എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ എന്നോട് പറയണം. ആയിക്കോട്ടെ, എന്തെങ്കിലും വേണ്ടി വന്നാ ഞാൻ പറഞ്ഞോളാം. അപ്പൊ വേണ്ടി വരും അല്ലേ? അറിയില്ല. അതെ, ഇനി പറ, എന്താ സംഭവം? സംഭവമൊന്നുമില്ല. എന്തെങ്കിലും ആയാ ഞാൻ പറയാം, അതുപോരെ? അപ്പൊ രണ്ടുപേരൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങളിത് ഏത് ലോകത്തായി ജീവിക്കുന്നേ? ചേച്ചി, ഫോണിൽ ഒരു മെസ്സേജ് അയച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് എന്തിനെങ്ങനെ പറയാതിരിക്കുന്നേ? പറഞ്ഞാ ശരിയാവില്ല. അപ്പൊ പിന്നെ പറയാതെ അങ്ങ് പോട്ടേന്നോ? ചേച്ചിക്ക് അങ്ങ് പറഞ്ഞ എന്താ? അങ്ങനെയൊന്നും അർജുന്റെ മനസ്സിലില്ലെങ്കിൽ പിന്നെ എനിക്ക് അർജുന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല. അയാൾ ഇങ്ങനെ തന്നെ ചിന്തിച്ചാ നിങ്ങള് മാനസമായിനെ ആയി പോവില്ലേ? അത് സാരമില്ല. ഓ, എന്തൊരു ശോകം ഇത്. നിങ്ങൾ ഇപ്പൊ ജനിക്കേണ്ടവരേ അല്ല, ഒരു 25-30 വർഷം മുമ്പേ ജനിക്കേണ്ടവരാ. ഒരു തലമുറ മുമ്പ്. ആ ചേട്ടന്റെ നമ്പർ ഇങ്ങതാ. 2 ദിവസം കൊണ്ട് ഞാൻ റിപ്ലൈ വാങ്ങിത്തരാം. അതിന്റെ ഒരു ആവശ്യവും ഇല്ല. നീ വെറുതെ എന്റെ കാര്യത്തില് ഇത്രയും റിസ്ക് ഒന്നും എടുക്കാൻ ഉത്സാഹിക്കണ്ട. അതെന്താ? ഞാനല്ലാതെ ആരാ?
എന്റെ ചേച്ചിക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാ. നീ ഇപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കി നന്നായിട്ട് പഠിച്ചാ മതി. അതെങ്ങനെയാ? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുവല്ലേ. ഇനി കോളേജ് പഠിപ്പിക്കുന്നത് വല്ലതും കയറാൻ ഈ കുഞ്ഞു തലയ്ക്കകത്ത് സ്ഥലം ഉണ്ടോ? എന്നെ അങ്ങനെ കളിയാക്കണ്ട. രണ്ടുപേരെയും ഒരു ദിവസം ഞാൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതൊന്നും അച്ഛൻ അറിയാതെ നോക്കിക്കോണം. പഠിക്കാൻ വിട്ടെടുത്ത് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ തന്നെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കും. അതിനിടയില് അച്ഛൻ വളയ്ക്കാൻ ഏൽപ്പിച്ച മുറിച്ചെറുക്കനെ വളയ്ക്കാതെ പഠിക്കാൻ പോയെടുത്ത് മോള് സ്വന്തമായിട്ട് വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അച്ഛൻ കത്തിയെടുക്കും. അല്ലെങ്കിൽ സ്വന്തം മകളുടെ ചതിയിൽ മണന്നുണ്ട് കയറെടുക്കും. എന്റെ അച്ഛൻ അങ്ങനൊന്നും ചെയ്യില്ല. പയ്യന് സ്വന്തമായി വലിയ കമ്പനി വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കും. അതെന്തിനാ? അച്ഛനെ MD ആവാൻ. ഒന്ന് പോടി അവിടെ. നിന്റെ ഒരു കാര്യം. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അച്ഛനെ സൂക്ഷിച്ചോണം. എങ്കിൽ ടീച്ചർ ഇന്ന് പഠിച്ചോ. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.